ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. ഞാൻ നിങ്ങളോടൊക്കെ എന്ത് തെറ്റ് ചെയ്തിട്ടാ നിങ്ങൾ എല്ലാരും കൂടി എന്നെ ഇങ്ങനെ ക്രൂശിക്കുന്നത്? ആ വർമ്മ സാറിനെ ഇങ്ങനെ പറഞ്ഞു പറ്റിച്ച് എത്ര കാലം ഇതിനെ നമ്മൾ എല്ലാരും മുന്നോട്ട് കൊണ്ടുപോകുന്ന നിങ്ങൾ വിചാരിക്കുന്നത്? ശേഖരൻ സാർ ഇതിന് കൂട്ടു നിൽക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ചേട്ടന്റെ ദൃഷ്ടിയില് ഋതുമോളുടെ കഴുത്തിൽ താലി കെട്ടിയത് രാജുവാണല്ലോ. അതുകൊണ്ട് ചേട്ടനടുത്ത തീരുമാനമോ രാജു ഇത്? ചേട്ടനെ എതിർക്കാൻ. അപ്പോ അവൻ ദീപക് പറഞ്ഞതിൽ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്. അധിക നേരം എന്തായാലും സത്യങ്ങൾ മറച്ചു വെച്ചിട്ട് കാര്യമില്ല. രാജുവിനോട് എല്ലാം തുറന്നു പറയാം. അതെ, നടക്കില്ല ശേഖരൻ സാറേ. ഋതിക മാഡത്തിന്റെ ഭർത്താവിന്റെ സ്ഥാനത്ത് നിന്നിട്ടുള്ള ഒരു ചടങ്ങും രാജുവിനെ കൊണ്ട് ഇവിടെ ഈ കാവില് ഇനി ചെയ്യാൻ കഴിയില്ല. വർമ്മ സാറിനോട് ഞാൻ സംസാരിച്ചോളാം. രാജു നിക്ക്. രാജു, കാവിലേക്ക് എത്താൻ ഇനി എത്ര ദൂരമുണ്ട്? ഇവിടെ നിന്നൊരു 62 കിലോമീറ്റർ ഉണ്ട് മാഡം. ഇനി അങ്ങോട്ട് ഫുൾ ഹൈ റേഞ്ച്. ഓടിയെത്താൻ നല്ല സമയമെടുക്കും. അയ്യോ, ഒന്ന് മാക്സിമം വേഗത്തിൽ പോണേ. ശരി മാഡം. ദൈവമേ, രാജു, രാജു നിക്ക്. രാജു, രാജു, രാജു പറയുന്നത് കേക്ക്. രാജു, രാജു, ശേഖരൻ സാർ മാറി നിൽക്ക്. രാജു ഒന്ന് നിക്ക്. രാജു, ശേഖരൻ സാർ മാറി നിൽക്ക്. രാജു, ഋതിക മാഡം മാറി നിൽക്ക്. എനിക്ക് വർമ്മ സാറിനെ കാണണം, സത്യങ്ങൾ പറയണം. എന്തിന്? അതെ, ഞാൻ സാറിനോട് പറഞ്ഞോളാം. രാജു വീണ്ടും പ്രശ്നം ഉണ്ടാക്കല്ലേ. എന്താ രാജുവിന്? എന്നെ നിങ്ങൾ എല്ലാവരും കൂടി പറഞ്ഞു പറ്റിച്ചു. ഇവിടെ ഇത്രയും കാര്യങ്ങൾ സംഭവിക്കുമ്പോ എനിക്ക് സത്യം വർമ്മ സാറിനോട് പറയണം. രാജു, ഞാൻ പറയുന്നത് കേക്ക്. രാജു വെറുതെ പ്രശ്നം ഉണ്ടാക്കല്ലേ. രാജു, രാജുവിന്റെ വീട്ടുകാരും ചേട്ടനും വലിയ പ്രതീക്ഷയില്ല. ഈ ചടങ്ങോടെ മുടങ്ങിയാൽ എല്ലാരും വലിയ വിഷമത്തിലാവും. ഋതിക മാഡത്തിന്റെ ഭർത്താവിന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഈ ഉത്സവത്തിന്റെ ഒരു ചടങ്ങും ചെയ്യാൻ പറ്റില്ലെന്ന് നിങ്ങളോട് നേരത്തെ പറഞ്ഞല്ലേ? അമ്മേ, അമ്മ പറഞ്ഞതുപോലെ ഞാൻ അവന് എരിവ് കയറ്റിയതേ ഉള്ളൂ. ആദ്യം അവിടെ കിടന്ന് പുകയാൻ തുടങ്ങിയിട്ടുണ്ട്. പുകയാൻ തുടങ്ങിയതല്ലടാ, പുകഞ്ഞ തീ ആളിക്കത്താൻ തുടങ്ങിയതാ. അമ്മേ, ഉത്സവത്തിനല്ല പൂരത്തിനാ കൊടിയേറിയിരിക്കുന്നത്. ഇനി നമുക്ക് കുടമാറ്റവും വെടിക്കെട്ടും എല്ലാം കാണും. അതേടാ മോനെ. ഞാൻ നിങ്ങളോടൊക്കെ എന്ത് തെറ്റ് ചെയ്തിട്ടാ നിങ്ങൾ എല്ലാരും കൂടി എന്നെ ഇങ്ങനെ ക്രൂശിക്കുന്നത്? ആ വർമ്മ സാറിനെ ഇങ്ങനെ പറഞ്ഞു പറ്റിച്ച് എത്ര കാലം ഇതിനെ നമ്മൾ എല്ലാരും മുന്നോട്ട് കൊണ്ടുപോകുന്ന നിങ്ങൾ വിചാരിക്കുന്നത്? ശേഖരൻ സാർ ഇതിന് കൂട്ടു നിൽക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അല്ല, ശേഖരൻ സാർ ഒന്ന് ആലോചിച്ച് നോക്കിയേ. വർമ്മ സാർ എല്ലാ സത്യങ്ങളും മനസ്സിലാക്കി ശേഖരൻ സാറിന് ഇതിനൊക്കെ പങ്കുണ്ടെന്ന് അറിയുവാണെങ്കിൽ എങ്ങനെയായിരിക്കും വർമ്മ സാർ പ്രതികരിക്കാൻ പോകുന്നത്? രാജു, എനിക്കതൊന്നും അറിയണ്ട. ചേട്ടൻ എന്നെ വഴക്ക് പറഞ്ഞാലും തല്ലിയാലും കൊന്നാലും എനിക്ക് പ്രധാനം രാജുവിന്റെ ഋതികമുടെയും ജീവിതമാ. അവിടെ വരെ എത്തിയല്ലേ കാര്യങ്ങള്. ഞാനൊരു തിരുമണ്ടൻ. എന്നെ കരുവാക്കി നിങ്ങൾ എല്ലാരും കൂടി എന്തൊക്കെയാ പ്ലാൻ ചെയ്ത് എന്തൊക്കെയാ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇതിനെല്ലാം തലകുലിക്ക് സമ്മതിച്ച് എന്നെ ഏറ്റവും കൂടുതൽ വിശ്വസിച്ചിട്ടുള്ള ഒരു മനുഷ്യനെ ചതിക്കാൻ ഞാൻ കൂട്ടു നിൽക്കുക. രാജു, ഇങ്ങനൊന്നും പറയല്ലേ. ശരിക്കും രാജുവിന്റെ ഉദ്ദേശം എന്താ? അച്ഛന് സന്തോഷമായും സമാധാനമായിട്ട് കാണണമെന്നാണോ? അതോ അച്ഛനെതിരെ ഗൂഢാലോചന നടത്തി അച്ഛന് മുകളിൽ ആധിപത്യം സ്ഥാപിക്കാൻ കാത്തു നിൽക്കുന്നവരുടെ ആഗ്രഹത്തിനനുസരിച്ച് എല്ലാം നടക്കണമെന്നാണോ? അതാണോ രാജുവിന് വേണ്ടേ? അമ്മേ, അതവള് നമ്മൾ ഉദ്ദേശിച്ച് പറഞ്ഞല്ലേ? അവള് പറയട്ടെടാ. അവൾ എന്തൊക്കെ പറഞ്ഞാലും അവൻ സമ്മതിക്കാൻ പോകുന്നില്ല. ഋതിക മാഡം, വർമ്മ സാറിന് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ആരൊക്കെ സാറിനെതിരെ എന്തൊക്കെ ഗൂഢാലോചനകൾ നടത്തിയാലും അതൊക്കെ പരിഹരിക്കേണ്ടത് എന്റെ കടമയാണെന്ന് എനിക്കറിയാം. അത് ചെയ്യാനുള്ള തന്റെ ഇടവും ആത്മവിശ്വാസവും എനിക്കുണ്ട്. പക്ഷെ ആ പേരില് ഋതിക മാഡത്തിന്റെ ജീവിതം തുലയ്ക്കാൻ ഞാൻ സമ്മതിക്കില്ല.
മാഡവും ഞാനും ഒരുമിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ വർമ്മ സാറിന്റെ പ്രശ്നം പരിഹരിക്കാനാവുന്നില്ല. എനിക്ക് തന്നെ ഒറ്റയ്ക്ക് പരിഹരിക്കാവുന്നതേ ഉള്ളൂ. കണ്ടോടാ, ശരിക്കും ഏറ്റിട്ടുണ്ടമ്മേ, അമ്മ പറഞ്ഞതുപോലെ തന്നെ. ദൈവമേ, എൻ്റെ മകൻ വിപരീതമായി എന്തെങ്കിലും ഒരു തീരുമാനമെടുത്ത അവനിലേക്ക് വന്നു ചേരുന്ന സ്വത്തും പണമൊന്നും അവനെക്കൊണ്ട് അനുഭവിക്കാനും എൻ്റെ മകനൊരു സൗഭാഗ്യം ഉണ്ടാകുമ്പോൾ അതിൻ്റെ സുഖത്തിൽ ജീവിക്കാനുള്ള ആഗ്രഹം കൊണ്ടല്ല ഋതിക മാഡത്തിൻ്റെ ജീവിതം. ആ പാവത്തിൻ്റെ ഇഷ്ടത്തിന് നന്നാവാനും പത്മാവതി മാഡത്തിൻ്റെ സത്യസന്ധത തെളിഞ്ഞ് വർഷങ്ങൾക്ക് മുമ്പ് വർമ്മ സാറിന്റെ കുടുംബത്തിലുണ്ടായ ചില തെറ്റിദ്ധാരണകളും തെറ്റുകളും തിരുത്താനും ആഗ്രഹിച്ച് മാത്രമാണ് ഞാൻ. എല്ലാം അറിയുന്ന ദൈവങ്ങൾ തന്നെ എല്ലാം മംഗളമാക്കി തരണേ ഈശ്വര. അംബിക മാഡത്തിന് നടക്കാൻ പോകുന്ന ചടങ്ങുകൾ മുടക്കാൻ സാധിക്കില്ല ഈശ്വര. വേണുട്ടാ, നിങ്ങളെ ഞാൻ എവിടെയൊക്കെ തെരഞ്ഞു. നിങ്ങളെന്താ ഇവിടെ വന്ന് തനിച്ചു നിൽക്കുന്നേ? മുഖം എന്താ വല്ലാതിരിക്കുന്നേ? അംബിക മാഡം നിങ്ങളോട് എന്തെങ്കിലും മോശമായിട്ട് പെരുമാറിയോ? ഇല്ല അല്ലാതെ, ഞാനൊന്നും മാറി നിൽക്കാന്ന് കരുതി. ആ, അതാ ഇപ്പൊ നന്നായത്. ദേ, രാജുവിനെ അവര് ദേവിയുടെ മുമ്പിലേക്ക് ഇപ്പൊ കൊണ്ടുവരെന്നാ പറഞ്ഞേ. നിങ്ങളൊന്ന് വേഗം വന്നേ. ഞാൻ വരുന്നില്ല രാധേ, നീ പോയിക്കോ, ഞാനിവിടെ നിന്നോളാം. ഇവിടെ നിൽക്കാനോ? അപ്പോ അവിടെ നടക്കാൻ പോകുന്നോന്ന് നിങ്ങക്ക് കാണണ്ടേ? ആ ചടങ്ങ് നമ്മുടെ മകൻ തന്നെ ചിലപ്പോ മുടക്കൂന്ന് ഞാൻ എങ്ങനെ ഇവളോട് പറയും? നിങ്ങൾ എന്താ ഒന്നും മിണ്ടാത്തത്? അത് ശരി, നിങ്ങൾ രണ്ടാളും ഇവിടെ വന്ന് നിൽക്കുവാണോ? ആ, വർമ്മ സാറ് നിങ്ങളെ രണ്ടുപേരെ അന്വേഷിക്കുന്നുണ്ട്. ദേ വന്നേ ഇങ്ങോട്ട് വാ. നീ വാടാ, നമുക്ക് പ്രതാപനടുത്തേക്ക് പോവാം. വാ. അതൊന്നും ശരിയാവില്ല. രാജു പ്ലീസ് പറയുന്നൊന്ന് കേക്ക്. ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞതല്ലേ. ഋതു മോളെ, ശേഖരേട്ടാ, എന്താ ഇവിടെ പ്രശ്നം? ഇവിടെ വഴക്കാണെന്ന് ചേട്ടൻ അറിഞ്ഞോ? ഇല്ല, പിന്നെ നീ എങ്ങനെ അറിഞ്ഞു? ഞാൻ മോളെ അന്വേഷിച്ചിറങ്ങിയതാ. നിങ്ങളുടെ എല്ലാവരുടെയും മുഖം കണ്ടാൽ അറിയാലോ ഇവിടെ എന്തോ പ്രശ്നമുണ്ടെന്ന്. എന്താ രാജു? എന്താ മോളെ? എന്താണെങ്കിലും എന്നോട് പറയേ, ഈ ചെറിയമ്മ പരിഹാരം ഉണ്ടാക്കാം. ഈ പ്രശ്നത്തിന് ചെറിയമ്മയ്ക്ക് പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെന്താ? എന്താ രാജു ഇത്? ഈ അവസാന നിമിഷത്തില് രാജു ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എങ്ങനെയാ? രാജു ഇത്രയും സ്വാർത്ഥനാണെന്ന് ഞാൻ ഓർത്തില്ല.